ഇത് വടകര താഴെയങ്ങാടി എൻ്റെ ജനന സ്ഥലം. മാപ്പിളപ്പാട്ടിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മാപ്പിളപ്പാട്ടും ഈ പ്രദേശവും തമ്മിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഇന്ന് ഇളം തലമുറയുള്ള കൊല്ലം ഷാഫി അടക്കം, ഷാഫി കല്യാണം കഴിച്ചത് ഈ നാട്ടിലാണ്. അപ്പോൾ മാപ്പിളപ്പാട്ടിൻ്റെ എല്ലാവിധ ഘടകങ്ങളും ഈ നാടുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഈ ഇരിക്കുന്നതൊക്കെ എൻ്റെ കൂട്ടുകാരും ബന്ധപ്പെട്ട എല്ലാവരുമാണ്. പിന്നെ ഇത് ഖബർസ്ഥാനാണ്. ഒരുപാട് ആൾക്കാരെ ഖബറടക്കിയ ഒരു നിലത്താണ് ഇരിക്കുന്നത്. ജീവിതത്തിൻ്റെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ കടന്ന് തീർത്ത മണ്ണായത്. ഇന്ന് ഈ അവസ്ഥയിലൂടെ ഇരുന്ന് സംസാരിക്കാൻ അവസരം കിട്ടിയത് സർവശക്തനായ അള്ളാഹുവിനോട് ഞാൻ എൻ്റെ വടകരക്കാരുടെ പേരിൽ നന്ദി പറയുക. ഉടനെ ജൂമയിലെത്തിറങ്ങി നാടെന്ന ചെണ്ട് ഉരയുന്നവനോട് കൂടെ വരണമുണ്ട്. പ്രണയിക്കാത്ത ആരല്ലേ? എല്ലാവരും പ്രണയിക്കല്ലേ. എനിക്ക് ഫാത്തിമ എന്ന പറഞ്ഞ പാട്ട് തന്നെ കിട്ടിയത് ഞാൻ പ്രണയിച്ച പേരും കാര്യമൊന്നും പറയുന്നില്ല, വളരെ കാര്യത്തെയാണ്. 9 വർഷമായി പ്രണയിക്കുന്നു, ഇതുവരെ സ്വന്തമായിട്ടില്ല. ഇൻഷാ അല്ലാഹ് എന്നെങ്കിലും സ്വന്തമാകും എന്നുള്ള വിശ്വാസത്തോടെ 9 വർഷമായി കാത്തിരിക്കുന്നു. ഞാൻ രക്ഷപ്പെട്ട് ഇന്ന് ഈ ഇൻ്റർവ്യൂ പോലും ചെയ്യാൻ ശരിക്കും കാരണം അവളാണ്. ഞാൻ വടകരയിൽ ഒരുപാട് നാൾ മുമ്പ് ഈ ഒരു അനുഗ്രഹമൊന്നുമില്ലാതെ നടക്കുന്ന സമയത്ത് കുറച്ച് കുരുത്തക്കേടും വല്ലാതെ ഒരു നടപ്പായിരുന്നുണ്ട്. ആ സമയത്ത് നന്മയുടെ പാതയിലേക്ക് നയിച്ച എൻ്റെ പോരായ്മകളും എൻ്റെ വികൃതികളും കുരുത്തക്കേടുകളൊക്കെ അറിഞ്ഞ് എന്നെ മനസ്സിലാക്കി എന്നെ ഒരുപാട് നന്മയുടെ പാതയിലേക്ക് നയിച്ച എൻ്റെ ഒരു നല്ലൊരു കൂട്ടുകാരിയായിരുന്നു. പിന്നെ അറിയാതെ അങ്ങടുത്തു. പിന്നെ ഇനി മരിച്ചാലും മനസ്സിൽ പോകാത്ത തരത്തിൽ മനസ്സിൽ ഉറക്കുകയും ചെയ്തു. ഞാനിപ്പോൾ പുതിയതായിട്ട് വർക്ക് ചെയ്ത ഒരു കാസറ്റിൽ ലോകത്തിലെ ഏറ്റവും നല്ല ഗസൽ ഗായകനായിട്ടുള്ള മെഹദി സാബിൻ്റെ ഒരു പാട്ടിൻ്റെ ട്യൂണിൽ ഞാൻ അവളെക്കുറിച്ചൊരു പാട്ട് പാടിയിട്ടുണ്ട്. അതിൻ്റെ 4 വരി പാടിത്തരാം. കരളിൻ്റെ കൂട്ടിൽ വാഴും രാജാത്തി പെണ്ണേ, നെഞ്ചിനുള്ളിലെന്നും നീ എൻ്റെ ജീവനല്ലേ, അകലരുതേ മായരുതേ, കണ്ണെത്താ ദൂരത്താൽ പറക്കരുതേ, കരളിൻ്റെ കൂട്ടിൽ വാഴും രാജാത്തി പെണ്ണേ. കല്യാണം കഴിക്കണം ഇൻഷാ അല്ലാഹ്. ഈ റമദാനും കഴിഞ്ഞ് അടുത്ത റമദാൻ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇണയാകാൻ നമ്മുടെ മനസ്സുകൊണ്ട് എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കാൻ അർഹതയുള്ള ഇഷ്ടമുള്ള ഒരാളായിരിക്കണം നമ്മൾ വിവാഹം കഴിക്കേണ്ടത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഒരുപാട് ആലോചനകൾ വരാറുണ്ട്, ബന്ധത്തിലും അല്ലാതെയും. പക്ഷേ ഈ അജ്ഞാതയായുള്ള ഫാത്തിമ എൻ്റെ ജീവിതത്തിൽ കിട്ടിയില്ലെങ്കിൽ ഇത് വെറുതെ ഒരു ഇൻ്റർവ്യൂവിന് പറയുന്നതല്ല. അപ്പോൾ അവളെ കിട്ടാൻ വേണ്ടി എന്നെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. എൻ്റെ വീട്ടുകാരൊക്കെ സ്വീകരിക്കണം, ഏത് തരത്തിലായാലും സ്വീകരിക്കാൻ തയ്യാറാണ്. വെറുതെ ഒരു എടുത്തുചാട്ടം നടത്തി ഒരു പേരെടുക്കാനോ ഒരു വിവാദം ഉണ്ടാക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം സമൂഹം എത്ര പരിഷ്കരിച്ചാലും ചില കാഴ്ചപ്പാടുകൾ നമ്മുടെ അടിത്തറയായിട്ട് തന്നെ ഉണ്ടാകും. വന്നിടുമോ നീ സ്വന്തമാക്കിടാൻ, പണവും പത്രാസും ഇല്ല എൻ കയ്യിൽ, ഓരുമുല്ലേ സ്വന്തമാക്കിടാൻ. ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ഞാനൊരു പ്രത്യേകിച്ച് കൂട്ടുകുടുംബത്തോടു കൂടി ജീവിക്കുന്ന ഒരുപാട് മരുമക്കളും പെൺകുട്ടികൾ കുറേ കല്യാണം കഴിയാനുണ്ട് എൻ്റെ വീട്ടിൽ. അതുകൊണ്ട് തന്നെ വളരെ ആഴത്തിൽ ചിന്തിച്ചിട്ടെടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും. എൻ്റെ വിവാഹം ഒരിക്കലും ഒരു ചർച്ചയാവരുതെന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ വിധിയാണെല്ലാം. അവൻ എന്നിൽ അവളെ ഇണയാക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ അതെനിക്കുണ്ടാകുമെന്നുള്ള വിശ്വാസമാണ്.
പ്രണയം മരണത്തെ പോലെ നഗ്നമായ സത്യമാണ്. കാരണം ഈ ദുനിയാവിൽ ഞാൻ കണ്ട സത്യം, നമ്മൾ സത്യമൊക്കെ ഇട്ട് ഓരോ കാര്യങ്ങൾ പറയുമെന്നല്ലാതെ മരണം എന്നൊരു കാര്യം മാത്രമേ ഞാൻ സത്യമായിട്ട് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ മരണത്തെ പോലെ നഗ്നമായ സത്യമായിരിക്കണം പ്രണയം. കാരണം പ്രണയിക്കുന്ന പെൺകുട്ടി ഒരിക്കലും നമ്മളെ ചതിക്കാനോ പറ്റിക്കാനോ പാടില്ല. ഇന്നെന്താ എന്നോടൊന്നും മിണ്ടാത്തേ, പണ്ടൊക്കെ എന്നോടൊന്നും മിണ്ടിയതാ. ഇന്നെന്താ എന്നോടൊന്നും മിണ്ടാത്തേ, പണ്ടൊക്കെ എന്നോടൊന്നും മിണ്ടിയതാ. കണ്ണിമാങ്ങ പറിച്ചു തിന്നത് മറന്നു പോയൊടി പുന്നാരെ, പൊന്നിക്കൊരു കുലുക്കി തന്നത് കുറഞ്ഞു പോയൊടി പുന്നാരെ. ഇന്നെന്താ എന്നോടൊന്നും മിണ്ടാത്തേ, പണ്ടൊക്കെ എന്നോടൊന്നും മിണ്ടിയതാ. Yes,